കിട്ടുന്നില്ല. എവിടെയൊക്കെ നോക്കി കിട്ടുന്നില്ലല്ലോ ഇത്. അപ്പച്ചി ഒരു ചെറിയ മോതിരല്ലേ അതങ്ങ് വിട്ടുകള അപ്പച്ചി. എന്തോന്നടി പറയണത്? വിട്ടുകളയാനാ? എടി ചെറുതാണെങ്കിലും സ്വർണ്ണമല്ലേ? സ്വർണത്തിന്റെ അല്ല, അത് അമ്മൂമ്മയുടെ മോതിരല്ലേ, അത് കൊണ്ട് കളഞ്ഞ അതിന്റെ ഒരു വാല്യൂ ഇല്ലേ. അത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും അമ്പലത്തിൽ വഴിപാട് ചെയ്യായിരുന്നു. അപ്പച്ചി അപ്പച്ചി പെട്ടപ്പച്ചി പെട്ടു. അയ്യോ ആണോ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞില്ലേ? നീ എന്നെ പേടിപ്പിക്കാനാണ് ഇങ്ങോട്ട് വന്നേക്കണത്? അല്ല പിന്നെ മോതിരം നോക്ക്. തന്നെ എന്നാ നോക്ക്. ചെറിയ സാധനമാണ്, അതാണ് കണ്ടുപിടിക്കാൻ പാട്. നീ പിന്നെന്തോ വിചാരിച്ചു ടയറിന്റെ അത്ര ഉണ്ടെന്നാ മോതിരം? പിങ്കി വേണ്ട, കൂടുതൽ എന്റെ അടുത്ത് കമന്റ്സ് അടിക്കാൻ വരണ്ട. നീ കുറെ നേരം ഇവിടെ നോക്കാൻ തുടങ്ങിയിട്ട് നീ ഇതുവരെ കണ്ടുപിടിച്ചില്ല. നീ കുറെ നേരമായല്ലോ നോക്കാൻ തുടങ്ങിയിട്ട്. നീ എന്തെങ്കിലും കണ്ടുപിടിച്ച? ഞാൻ കുറെ നേരം ഒന്നും ആയില്ല, ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഓ, നീ എപ്പോ വന്ന്? ഇപ്പൊ ആദ്യം തൊട്ട് നീ എന്നെ തപ്പിക്കൊണ്ടിരുന്നത്. ഞാൻ തപ്പിക്കൊണ്ടു. അപ്പച്ചി അവള് പറയുന്ന വർത്താനം കേട്ടോ. ഇടി 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 നിന്റെ കണ്ണുകൊണ്ട് നീ നീ കണ്ണാടി വെച്ചിട്ട് നിനക്ക് കണ്ണ് കണ്ടുപിടിയല്ലോ. പിന്നെ ഭയങ്കര കാഴ്ചയാണല്ലോ. ആ ഉണ്ടടി ഉണ്ടടി. എന്തുകൊണ്ടടി? കഴിഞ്ഞ സംവാദമൊക്കെ കഴിഞ്ഞ തപ്പിയാലും തപ്പിയാലും തപ്പെന്ന് പറഞ്ഞ അപ്പച്ചി ഇത് എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചോ? അത് തന്നെ, എവിടെയും കൊണ്ട് കളഞ്ഞിട്ട്. അവിടെയാ ഇത് നേരത്തെ പറയുന്നു. പിന്നെ ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. കഷ്ടം കഴിക്കണം. ഇത് ശരിയാവില്ല, നമുക്ക് മഷിനോട്ടക്കാരനെ വിളിക്കാം. ഓ അയ്യേ, നീ ഇത് ഏത് നൂറ്റാണ്ടില്ലടി? എടി എന്തടി നീ അമ്മ പറഞ്ഞ കേട്ടിട്ടില്ലേ? പണ്ട് അമ്മയുടെ ഒരു മോതിരല്ലേ മാല കളഞ്ഞു പോയപ്പോഴേക്ക് അമ്മ മഷിനോട്ടക്കാരനെ വിളിച്ചാണ് കണ്ടുപിടിച്ചത്. ഓ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് മഷിനോട്ടക്കാരൻ ഇരിക്കുകയല്ലേ സത്യസന്ധമായിട്ട് വിളിച്ചു പറയുന്നത്. പൈസക്ക് വേണ്ടിയിട്ടുള്ള തട്ടിപ്പുകാരൻ വരെ ഉള്ളൂ. ഓ ഞാൻ വെച്ച് ഇവക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. അപ്പൊ നീ ഇതിലൊക്കെ വിശ്വസിക്കണോണ്ടാ? മഷിനോട്ടക്കാരനെ വിളിച്ച് ഞാൻ മോതിരോടെ അന്വേഷിക്കാൻ പോകും. ഞാൻ എപ്പോ വിശ്വസിച്ച്? ഇത് ശരിയാവൂലടി. ബാ നമുക്ക് അപ്പൂന്റെയും രാമങ്ങളുടെയും പറയാം ഉള്ള കാര്യം. എന്നാ പാടി നമ്മൾ ഒരുമാതിരി അപമാനിക്കുന്നു. എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതെ ഞാൻ പേടിച്ചു. നിങ്ങക്ക് എന്ത് വേണം? ഞങ്ങക്ക് എന്തെങ്കിലും വേണം. ഇതൊന്നും വേണം. സിനിമയ്ക്ക് പോണം. ഏറ്റ് മോതിരം കിട്ടിക്കഴിഞ്ഞാൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ രണ്ടുപേരെ സിനിമയ്ക്ക് കൊണ്ടുപോകാം. ചേട്ടന്റെ അടുത്ത്? നിങ്ങളെ ഭർത്താവിന്റെ അടുത്ത്? പിന്നെ എനിക്കൊരു ചേട്ടനല്ലേ ഉള്ളൂ. പോയതുപോലെ നന്നായിരിക്കും. ഇവിടെ ടി വിയിൽ ഇരുന്ന് കാണാതായിരിക്കും നല്ലത്. എന്നാ പിന്നെ ഞാൻ കൊണ്ടുപോവാം. അത് മാത്രം പോരാ, ബിരിയാണി മേടിച്ചു. കേസ് ബിരിയാണി സെറ്റ് ആണോ? സെറ്റ് ആണ്. എന്നാ തപ്പി തരാം. വാടി നമുക്ക് നോക്കാം. അല്ല പിന്നെ ചുരിദാറിലെങ്ങാനും ഇനി കുടുങ്ങി കിടത്തും. ഓ നീ എന്തോന്ന് പിങ്കി? അല്ല പറയാൻ പറ്റില്ല നമുക്ക്. ഇവിടെയൊക്കെ നോക്കി ഞാൻ അത് ഇട്ടപ്പോ തൊട്ട് ഞാൻ ഊരിയിട്ടേ ഇല്ല. പിന്നെ ഞാൻ എവിടെ പോവ്?